വിശ്വാസം ഉറപ്പുള്ളതാണ്. മാനുഷിക ജ്ഞാനത്തെക്കാളെല്ലാം ഉറപ്പേറിയതാണ് വിശ്വാസം. കാരണം അസത്യം പറയാൻ കഴിയാത്ത ദൈവത്തിന്റെ തന്നെ വചനത്തിലാണ് വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. എങ്കിലും ആവിഷ്കൃത സത്യങ്ങൾ ചിലപ്പോൾ മനുഷ്യന്റെ യുക്തിക്കും അനുഭവത്തിനും അസ്പഷ്ടമായി തോന്നിയേക്കാം. എന്നാലും ദൈവിക പ്രകാശം പ്രദാനം ചെയ്യുന്ന ഉറപ്പ് മനുഷ്യന്റെ സ്വാഭാവിക ബുദ്ധിയുടെ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഉറപ്പിനേക്കാൾ മഹത്തരമാണ്. 10,000 വൈഷമ്യങ്ങൾക്ക് പോലും ഒരു സംശയം ജനിപ്പിക്കുവാൻ സാധ്യമല്ല. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമുള്ള അറിവ് ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. സ്നേഹാഗ്നിയിൽ ഉപരിയോപരി ജ്വലിക്കുന്ന ഒരു വിശ്വാസമായി ഇത് ഭവിക്കുന്നു. വിശ്വാസത്തിന്റെ കൃപാവരം ഹൃദയ നേത്രങ്ങളെ വെളിപാടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം ആവിഷ്കൃത സത്യത്തിന്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയനേത്രങ്ങളെ തുറക്കുന്നു. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആഴം ഉപരിയോപരി വർദ്ധിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തന്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. വിശുദ്ധ അഗസ്ത്യാനോസ് പറയുന്നു, വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കുവാൻ വേണ്ടി വിശ്വസിക്കുക. വിശ്വാസവും ശാസ്ത്രവും. വിശ്വാസം യുക്തിക്ക് അതീതമാണെങ്കിലും വിശ്വാസം യുക്തിയും തമ്മിൽ ഒരിക്കലും വൈരുദ്ധ്യമില്ല. മനുഷ്യന് ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും അവനിൽ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം തന്നെയാണ് മനുഷ്യനിൽ ബുദ്ധിയുടെ പ്രകാശം നിക്ഷേപിച്ചതും. തന്മൂലം ദൈവത്തിൽ തന്നെ നിഷേധിക്കാനാവില്ല. അതുപോലെ സത്യം ഒരിക്കലും സത്യത്തിന് വിരുദ്ധമാവുകയില്ല. ഇക്കാരണത്താൽ വിജ്ഞാനത്തിന്റെ വിവിധ മേഖലയിലുള്ള ക്രമബദ്ധമായ ഗവേഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ശാസ്ത്രീയ രീതിയിലും ധാർമ്മിക നിയമങ്ങളെക്കുറിച്ചനുസരിച്ചും നടത്തുന്നെങ്കിൽ ഒരിക്കലും വിശ്വാസവിരുദ്ധമാവുന്നില്ല. കാരണം ലൗകിക യാഥാർത്ഥ്യങ്ങളെയും വിശ്വാസ യാഥാർത്ഥ്യങ്ങളെയും ഉറവിടം ഒരേ ദൈവം തന്നെയാണ്. സ്ഥിരോത്സാഹത്തോടും വിനയത്തോടും കൂടി പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നവൻ അവൻ അറിയാതെ തന്നെ ദൈവകരത്താൽ നയിക്കപ്പെടുന്നു. എല്ലാറ്റിനെയും നിലനിർത്തുന്ന ദൈവമാണ് അവയ്ക്കെല്ലാം തനതായ രൂപഭാവങ്ങൾ നൽകിയിരിക്കുന്നത്. വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം. വിശ്വാസം മാനുഷികമാകുന്നതിന് മനുഷ്യൻ നൽകുന്ന വിശ്വാസത്തിന്റെ പ്രത്യുത്തരം സ്വതന്ത്രമായിരിക്കണം. ഇക്കാരണത്താൽ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി വിശ്വാസം സ്വീകരിക്കാൻ ആരിലും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല. പ്രകൃതിയെ തന്നെ വിശ്വാസ പ്രഖ്യാപനം ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ്. ആത്മാവിലും സത്യത്തിലും തന്നെ സേവിക്കുവാൻ ദൈവം മനുഷ്യനെ വിളിക്കുന്നു. തന്മൂലം ഇത് സ്വീകരിക്കുവാൻ മനുഷ്യൻ തന്റെ മനസ്സാക്ഷിയിൽ ചുമതലപ്പെട്ടവനാണെങ്കിലും അതിനായി അവൻ നിർബന്ധിക്കപ്പെടുന്നില്ല. ഈ സത്യം അതിവിശിഷ്ടമായി യേശു ക്രിസ്തുവിൽ പ്രകടമാണ്. വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും ക്രിസ്തു ജനങ്ങളെ ക്ഷണിക്കുന്നു. പക്ഷേ യാതൊരുവിധ സമ്മർദ്ദവും അവരുടെ മേൽ ചെലുത്തുകയില്ല. അവിടുന്ന് സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. എങ്കിലും അതിനെ എതിർത്തവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. ക്രിസ്തുവിന്റെ രാജ്യം വളരുന്നത് കുരിശിൽ ഉയർത്തപ്പെട്ട അവിടുന്ന് എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന സ്നേഹം കൊണ്ടാണ്. വിശ്വാസത്തിന്റെ അവ്യക്തത. യേശു ക്രിസ്തുവിലും നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ അയച്ചവനിലും വിശ്വസിക്കുക നിത്യരക്ഷ പ്രാപിക്കുക ആവശ്യമാണ്. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടുത്തെ മക്കളുടെ സംസർഗത്തിലേക്ക് വരുന്നതിനും വിശ്വാസം കൂടാതെ മനുഷ്യർക്ക് സാധ്യമല്ല. വിശ്വാസം കൂടാതെ ആരും നീതീകരണം നേടിയിട്ടില്ല.
അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത ആരും നിത്യരക്ഷ പ്രാപിക്കുകയുമില്ല. വിശ്വാസത്തിലുള്ള നിലനിൽപ്പ്. ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യമായ ഒരു ദാനമാണ് വിശ്വാസം. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനെ ഉത്ബോധിപ്പിക്കുന്നു. വിശ്വാസത്തോട് നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പൊരുതുക. മനസാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസനൗക തകർന്നു പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാനും ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമോ എന്ന് കർത്താവിനോട് നാം യാചിക്കണം. വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനരഹിതമാകണം. പ്രത്യാശയെ നിലനിർത്തപ്പെടണം. നമ്മുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. വിശ്വാസം നിത്യജീവന്റെ സമാരംഭം. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിന്റെ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി അനുഭവിക്കുവാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാമുഖം അവിടുന്ന് ആയിരിക്കുന്നത് പോലെ കാണും. അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവന്റെ ആരംഭം കുറിക്കുന്നു. വിശ്വാസത്തിന്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു നാൾ നാം അനുഭവിക്കുമെന്നും നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പു നൽകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഒരു കണ്ണാടിയിലെ പ്രതിഫലനത്തെ ദർശിക്കുന്ന മട്ടിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ മഹാത്ഭുതകരമായ കാര്യങ്ങൾ നാം അനുഭവിച്ചു കഴിഞ്ഞു എന്ന പ്രതീതിയാണ് നമുക്കുണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസത്തിലാണ്, കാഴ്ചയിലല്ല. കണ്ണാടിയിലെ അവ്യക്തമായ ഭാഗികമായും മാത്രം നമ്മൾ ദൈവത്തെ അറിയുന്നു. വിശ്വാസത്തിന്റെ വിഷയമായ ദൈവത്താൽ തന്നെ വിശ്വാസം പ്രകാശിതമാണെങ്കിലും വിശ്വാസ ജീവിതം പലപ്പോഴും അന്ധകാരമയമാണ്. വിശ്വാസം പരിഷ്കരണത്തിന് വിധേയമായേക്കാം. വിശ്വാസം വാഗ്ദാനം ചെയ്യുന്നവയിൽ നിന്നും വളരെ ദൂരത്തായിട്ടാണ് നാം ജീവിക്കുന്ന ലോകം പലപ്പോഴും നാം കാണപ്പെടുന്നത്. നമുക്കുണ്ടാകുന്ന തിന്മയുടെയും സഹനത്തിന്റെയും ബഹുവിധ അനീതിയുടെയും മരണത്തിന്റെയും അനുഭവങ്ങൾ സുവിശേഷത്തിന് വിരുദ്ധമായി തോന്നും. ഇവയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ ഇളക്കാനും അതിനെതിരെയുള്ള പ്രലോഭനമായി തീരുവാനും കഴിയും. ഇപ്പോഴാണ് വിശ്വാസത്തിന്റെ സാക്ഷികളിലേക്ക് നാം തിരിയേണ്ടത്. യാതൊരു ആശങ്കയ്ക്കും വഴിയില്ലാതിരുന്നിട്ടും പ്രത്യാശയോടെ വിശ്വസിച്ച അബ്രഹാം തന്റെ പുത്രന്റെ കുരിശുമരണത്തിന്റെയും സംസ്കാരത്തിന്റെയും അന്ധകാരത്തിൽ പങ്കുചേർന്ന് തന്റെ വിശ്വാസ തീർത്ഥാടനത്തിൽ വിശ്വാസത്തിന്റെ രാത്രിയിലേക്ക് നടന്നു നീങ്ങിയ മറിയം കൂടാതെ മറ്റു പലരും വിശ്വാസത്തിന്റെ ഉത്തമ സാക്ഷികളാണ്. സാക്ഷികളുടെ വലിയൊരു മേഘം നമ്മെ വലയം ചെയ്യുന്നതിനാൽ നമുക്ക് നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ഭാരവും പാപവും നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ഒരു പ്രവൃത്തിയല്ല വിശ്വാസം. ആർക്കും തനിയെ ജീവിക്കാൻ കഴിയാത്ത പോലെ ആർക്കും തനിയെ വിശ്വസിക്കുവാനും കഴിയുകയില്ല. ആരും തനിക്ക് തന്നെ ജീവൻ നൽകുന്നില്ല, അതുപോലെ തനിക്ക് തന്നെ വിശ്വാസവും നൽകുന്നില്ല. വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് അയാൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. യേശുവിനോടും മനുഷ്യരോടും നമുക്കുള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തെ പറ്റിയുള്ളവരോട് സംസാരിക്കുവാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. ഇങ്ങനെ ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ വലിയ ശൃംഖലയുടെ ഒരു കണ്ണിയാണ്. മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഉത്തേജിക്കാനാകാതെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എന്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതം ഞാൻ പരിപോഷിപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം ഓരോ വിശ്വാസിയും വ്യക്തിപരമായി മുഖ്യമായും മാമോദീസ വേളകളിൽ ഏറ്റുപറയുന്ന
സഭയുടെ വിശ്വാസമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം സ്തൂനഹദോസിൽ ഒരുമിച്ച് കൂടുന്ന മെത്രാന്മാരും വിശ്വാസികളുടെ പൊതുവായ ആരാധനാ സമ്മേളനവും ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും പ്രഖ്യാപിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ദൈവത്തിന് വിശ്വാസത്തിന്റെ പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്ന നമ്മുടെ മാതാവായ സഭയെയും ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൽ ദർശിക്കാനാകും.